പെട്രോളിയം വിലവർധനയിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കുന്ന അധിക വരുമാനം വേണ്ടെന്ന് വെക്കുമോ എന്ന് പറയാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നീക്കമാണ്. ആ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് എങ്കിൽ പോലും ആ തീരുമാനം നീണ്ടുപോവുകയാണ്. ഇന്ന് സഭയിൽ ഈ വിഷയം വന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിരന്തരം ഉയർത്തിയ ആവശ്യം ഇപ്പോൾ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്ന് സഭയിലെ ചോദ്യം. വിശദമായി പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി നൽകിയിരിക്കുന്നത്. വിലക്കയറ്റം ജനജീവിതം ദുസ്സഹമാക്കിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷം റൂൾ 50 നോട്ടീസ് ഇന്ന് നൽകിയത്. പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട് പ്രസംഗത്തിനിടെ ബി.ജെ.പി. അംഗത്തിന് പ്രസംഗിക്കാൻ സ്പീക്കർ അവസരം നൽകിയതും ഇന്ന് വലിയ വിവാദമായി മാറി. എന്തായാലും അതിൽ സഭയിൽ ഇന്ന് നടന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നാൽ 16ാം കേരള നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയമായിരുന്നു ഇന്നത്തേത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധന മൂലം അവശ്യ വസ്തുക്കളുടെ വില കുത്തനെ കൂടുന്നതിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ല എന്നും ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കഴിഞ്ഞ സർക്കാരിന് ഇന്ധന നികുതി ഇനത്തിൽ 3200 കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചിട്ടും ഒരു രൂപ പോലും കുറയ്ക്കാൻ തയ്യാറായില്ല എന്നതാണ് മുഖ്യമന്ത്രി ഈ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയത്. ഉമ്മൻചാണ്ടി സർക്കാർ 600 കോടി രൂപയുടെ അധിക നികുതി വേണ്ടെന്ന് വെച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് അധിക നികുതി കുറയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അത്തരം മണ്ടത്തരങ്ങൾ കാണിക്കില്ല എന്നാണ് അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ മണ്ടത്തരം കാണിക്കണമെന്നാണോ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന മുൻ ധനമന്ത്രി പറയുന്നതെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് ചോദിച്ചത്. വിപണിയിൽ ഇടപെടുന്ന കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ വൻ പരാജയമായിരുന്നു എന്നുകൂടി വി.ഡി. സതീശൻ ഇന്ന് സഭയിൽ പറഞ്ഞു. കൂടിയ നികുതിക്ക് സംസ്ഥാനത്തിന് അധികമായി കിട്ടിയ വരുമാനത്തിലെ ഒരു ഭാഗം ഇതുകൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക്, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്, ടാക്സി ഡ്രൈവർമാർക്ക്, അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഇളവ് വരുത്താൻ കഴിയുമോ എന്ന് ഗവൺമെന്റ് പരിശോധിക്കണം. കഴിഞ്ഞ 11 മാസത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാണ്യപ്പെരുപ്പമുണ്ടായതും വിലവർധനവുണ്ടായ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ടാ? മാർക്കറ്റിൽ ഇടപെടുന്ന കാര്യത്തിൽ ദയനീയമായി കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടു. ഇപ്പൊ പറഞ്ഞല്ലോ, ഈ പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കടം തീർക്കണ്ടേ? 2893 കോടി രൂപ നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട്. ഞങ്ങൾ ഈ പൈസ എടുത്ത് ഇത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് കേരളത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസി. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിക്ക് 3000-ഓളം കോടി രൂപ കടമായി കൊടുക്കാനുള്ളത് ബാക്കി വെച്ചിട്ടാണ് പോയത്. ഇവിടുന്ന് കിട്ടുന്നത് 500 കോടി രൂപയാണ്. 500 കോടി രൂപയാണ്. അപ്പൊ ആ പൈസ എടുത്ത് കൊടുത്താൽ നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന ഈ കട ആര് കൊടുക്കും? ആ കടം കൊടുത്താൽ മാത്രമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മാർക്കറ്റിൽ ഇടപെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വി.ഡി. സതീശൻ ഇന്ന് സഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. 2893 കോടി രൂപ സിവിൽ സപ്ലൈസിന് കൊടുക്കാനുണ്ട്. അത് കൊടുത്തു തീർത്താൽ മാത്രമേ അവർക്ക് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇടപെടാൻ കഴിയുകയുള്ളൂ എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ഉടൻ തന്നെ ധവളപത്രം പുറത്തിറക്കുമെന്നും വി.ഡി. സതീശൻ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ സർക്കാർ എന്തുകൊണ്ട് ഈ അധിക തീരുവ കുറച്ചില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിരാകരിക്കുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ ഇന്ന് സഭയിൽ ചെയ്തത്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമാണ് അദ്ദേഹം. അപ്പോൾ ആ സാഹചര്യം ചൂണ്ടിക്കാട്ടി ആ ആവശ്യത്തെ നിരാകരിക്കുകയാണ് ചെയ്തത്. ഇതിന് മറുപടിയായി മുഖ്യമന്ത്രിയുടെ നിലപാട് ദൗർഭാഗ്യകരമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളെ വിമർശിക്കാൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് സഭയിൽ ആവശ്യപ്പെട്ടു. പെട്രോൾ, ഡീസൽ, പാചകവാതക വില അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നും വിഷയം ഗൗരവമായി കണക്കിലെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറാണോ എന്നാണ് സമൂഹത്തോട് പറയേണ്ടത്. ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് വായടപ്പിക്കാൻ ശ്രമിക്കരുതെന്നും അത് വരുമ്പോൾ അഭിപ്രായം പറയാമെന്നുകൂടി ഇന്ന് പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണാധികാരം ഒരു കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലായിരുന്നു. ആ അധികാരം
ഉപേക്ഷിച്ച് എണ്ണ കമ്പനികൾക്ക് ആ അധികാരം നൽകിയത് പഴയ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കാലത്തായിരുന്നു. സർ, ഇവിടെ കോൺഗ്രസ് തുടങ്ങി വെച്ചത് BJP അതിശക്തമായി തുടരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ ഒത്താശ ചെയ്യുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വില വർദ്ധിപ്പിക്കാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ വലിയ തോതിൽ വില വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇന്ധന വില വർധനവ് രാജ്യത്താകെ അവശ്യ സാധനങ്ങളുടെ രൂക്ഷമായ വിലക്കയറ്റത്തിനാണ് വഴിവെക്കുക. ഇവിടെ കേന്ദ്രം ഇന്ധനവില കൂട്ടുമ്പോഴെല്ലാം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെ മേൽ കെട്ടിവെക്കാനായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ വഹിക്കുമ്പോൾ എടുത്തിരുന്നത്. അതേസമയം വിലവർധന അവസാനിച്ചിട്ട് വിഷയം ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ വാദം പ്രായോഗികമല്ല എന്ന് പ്രമേയം അവതരിപ്പിച്ച KN ബാലഗോപാലും സഭയിൽ പറഞ്ഞു. ഇങ്ങനെയുള്ള വിലവർധന വരുമ്പോൾ മുൻപ് എങ്ങനെയാണ് ചർച്ച ചെയ്തിരുന്നത്? LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പം, കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശബ്ദമുയർത്തിയതും നാട്ടിൽ സമരം നടന്നതുമായൊരു പശ്ചാത്തലമുണ്ട്. അത് പെട്രോളിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. സാർ, അദ്ദേഹം അത് പറഞ്ഞ ഒരാളെന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്ത മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? സാർ, കണക്ക് കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 4 രൂപ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ടാക്സിൻ്റെ റേറ്റുണ്ട് സാർ. സാർ, കണക്ക് ഇതിനകത്ത് കൂട്ടാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് സാർ. കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 രൂപ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ 30%-30%-ലധികമാണ് പെട്രോളിന്, ഡീസലിന് 22% അധികമാണ്. അപ്പോൾ ഓരോന്നിനുമുള്ള ശതമാനം അനുസരിച്ചിട്ട് അധികമായി വർദ്ധിക്കുന്നത് ഞങ്ങൾ കൂട്ടുന്നില്ല എന്ന് തീരുമാനിക്കാം. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇതിനിടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടെ ചട്ടലംഘനവും വാക്പോർ ആരോപണം കൂടി ഇന്ന് സഭയിലുണ്ടായി. വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ സംസാരിച്ചു തീരും മുൻപ് BJP കക്ഷി നേതാവ് BB ഗോപകുമാറിന് സ്പീക്കർ അവസരം നൽകിയതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടാൽ പേടിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആരോപണത്തിന് BJP MLA BB ഗോപകുമാർ സഭയിൽ നൽകിയ മറുപടിയാണ് ബഹളത്തിന് വഴിവെച്ചത്. EDയെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല ഡൊണാൾഡ് ട്രംപിന്റെ മുന്നിലെന്നല്ല, ലോകത്തിന്റെ ഏത് വൻശക്തി നേതാവിന്റെ മുന്നിലും ഭാരതത്തിന്റെ ആത്മാഭിമാനമുള്ള നിലപാടുകൾ ഭയമില്ലാതെ തുറന്നു പറയാൻ തന്റെ ഇടമുള്ള കരുത്തനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നാണ് ഗോപകുമാർ ഇന്ന് സഭയിൽ പറഞ്ഞത്. ഇതിനു പുറമെ കേരളം നിലവിൽ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനം മാറി മാറി ഭരിച്ച ഇരു മുന്നണികളുമാണെന്നും സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാ ഫണ്ടുകളും ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ കൃത്യമായി നൽകുന്നുണ്ടെന്നും ഗോപകുമാർ കൂട്ടിച്ചേർത്തു. ഈ BJP അംഗത്തിന്റെ ഈ പരാമർശത്തോടെ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്കിറങ്ങി ബഹളം വെക്കുകയായിരുന്നു. തുടർന്ന് RJD MLA PK പ്രവീണിനെ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നതിന് മുൻപ് BJP അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകിയ സ്പീക്കറുടെ നടപടിയെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ശക്തമായി വിമർശിച്ചു. സ്പീക്കറുടെ ഈ അമിത ഉദാരമനസ്കത സഭാ ചട്ടങ്ങളിൽ നിന്നുള്ള ഗുരുതരമായ വ്യതിയാനമാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. സാധാരണ രീതിയിൽ വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം BJP അംഗത്തിന് സംസാരിക്കാൻ അനുമതി നൽകാമായിരുന്നുവെന്നും ചട്ടങ്ങൾ ലംഘിച്ചുള്ള ഈ നടപടി സഭയിൽ ഒരിക്കലും ഒരു മോശം കീഴ്വഴക്കമാകരുത് എന്നും പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു. എന്തായാലും ഗോപകുമാർ പ്രസംഗം ആരംഭിച്ച ഉടനെ പുതിയ അംഗമെന്ന നിലയിൽ ചട്ടവും കീഴ്വഴക്കവും തൽക്കാലം ഒഴിവാക്കുന്നു എന്നാണ് സ്പീക്കർ സഭയെ അറിയിച്ചത്. സഭാ ഹാളിലേക്ക് മടങ്ങിയെത്തിയ പ്രതിപക്ഷം ഇതോടെ ബഹളം ആരംഭിച്ചു. കീഴ്വഴക്കമായി കാണരുതെന്നും ആദ്യമായി സഭയിലെത്തിയ ആളെന്ന നിലയിൽ ഉദാരമനസ്കത വേണ്ടായിരുന്നോ എന്നുമാണ് സ്പീക്കർ ഇതിന് മറുപടിയായി ചോദിച്ചത്. പുതിയ മെമ്പറാണ് അദ്ദേഹം, ഇതൊക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസംഗത്തിൻ്റെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്നൊരു ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് ശ്രീ ഗോപൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടില്ല മൈക്ക്
പ്രസിഡന്റായി മാറരുത്. ഇല്ലില്ല, പ്രസിഡന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിശദീകരണം കൂടി പറഞ്ഞത്. ഈ വിശദീകരണം പറഞ്ഞത് പ്രസിഡന്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പുതിയ മെമ്പറാണ്, അദ്ദേഹം സംസാരം തുടങ്ങിയാണ്. ഇതിലല്ലായിരുന്നു എന്ന് വരികിൽ മെയ്ഡൻ സ്പീച്ച് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു പ്രിവിലേജും ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങ് തുടങ്ങിയത് കഴിയുന്നത്ര വേഗം ലിമിറ്റ് ചെയ്ത് അടുത്ത വോക്കൌട്ട് പ്രസംഗത്തിലേക്ക് നമുക്ക് പോകണം. ബിജെപിയുടെ നിയമസഭാ കക്ഷി നേതാവാണ് ബി ഗോപകുമാർ. എന്തായാലും 3 അംഗങ്ങളെ സഭയിൽ ലഭിച്ചതോടുകൂടി അവിടെ കേന്ദ്രത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ ഉയരുന്നത് കൂടിയാണ് ഇന്ന് നമ്മൾ സഭയിൽ കണ്ടത്. അതിനിടയിൽ ചട്ടലംഘനം എന്ന ആരോപണവും ബഹളവും ഒക്കെ ഉണ്ടായി. എന്തായാലും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് ഈ ഇന്ധന വില വർധനവ്. ആ വിലക്കയറ്റം, അതുമൂലമുണ്ടായിട്ടുള്ള വിലക്കയറ്റം, ഈ പ്രശ്നമാണ് ഇന്ന് അടിയന്തര പ്രമേയമായി സഭയുടെ മുന്നിലേക്ക് എത്തിയത്. ഇന്ധനവില വർധനവും LPG വില കൂടിയതുമൊക്കെ ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. ചായയുടെ വില കൂടും എന്ന ഒരു കാര്യം പറഞ്ഞു. പലയിടങ്ങളിലും ഇന്ന് തന്നെ അത് 20 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഒരു ചായ കുടിക്കണമെങ്കിൽ 20 രൂപ നൽകേണ്ടുന്ന ഒരു നിലയിലേക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ആ സാമ്പത്തിക ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവിടെ 1 രൂപയുടെ ചെറിയ ആശ്വാസം പോലും എണ്ണവിലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തർക്കും ആശ്വാസകരമാകും, അവർ ഓരോരുത്തരെയും സ്വാധീനിക്കുന്ന ഒരു തീരുമാനവുമാകും. അതുണ്ടാകുമോ എന്നതാണ് നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. പക്ഷേ സമാനമായ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിരുന്ന് ഈ ആവശ്യം ഉന്നയിച്ച അന്നത്തെ പ്രതിപക്ഷവും അതിന് നേതൃത്വം നൽകിയ അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ VD സതീശൻ പക്ഷേ അന്ന് പറഞ്ഞതൊക്കെ മറന്നുപോയോ എന്ന് സംശയം തോന്നും. ഇന്ധനവില വർധനയിലൂടെ കേരളത്തിന് കിട്ടുന്ന അധിക നികുതി വരുമാനം കുറയ്ക്കുന്നതിൽ തീരുമാനം എടുക്കാതെ അന്നത്തെ ധനമന്ത്രിയുടെ വാക്കുകൾ ഉദ്ധരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അവർ ചെയ്തത് ചെയ്യാനല്ല ജനങ്ങൾ UDFനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വാക്കുപാലിക്കൽ രാഷ്ട്രീയ പകപോക്കലിലും നേട്ടത്തിലും മാത്രം ഒതുങ്ങിപ്പോകരുത് എന്നതാണ് ഈ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.